ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചിക്കൻ ഗിലാഫി കബാബ്. നമ്മുടെ ചിക്കൻ കബാബിൻ്റെ മുകളിൽ നല്ല വെജീസും ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു മിക്സിയുടെ ജാർ എടുത്താലും മതിയാവും. ഇതിലോട്ട് ഒരു 4 മുതൽ 5 അല്ലി വരെ വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില. ഇനി നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മുളക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 3 മുളക് ചേർത്താൽ മതി. ഇപ്പം ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചേർക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, ഒരു മീഡിയം സൈസിലെ സവാളയുടെ പകുതിയാണ് ചേർത്തേക്കുന്നത്. ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. മിക്സിയുടെ ജാറിലാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വലിയ ജാറായതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്നിച്ചാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെറിയ ജീരകം പൊടിച്ചതാണിത്. ഓക്കെ, ഞാനിവിടെ 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവാണ് ചേർത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. പിന്നെ നമ്മുടെ ഈ ഒരു കബാബ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഏകദേശം 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ട് ഇരിക്കാനാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു പുളിയും ഒക്കെ ഒന്ന് മിക്സ് ആയിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അത്രയും ഫൈനായിട്ട് അരഞ്ഞ് വരുന്നത് വരെ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കറക്കിയെടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാഷ്യൂനട്ട് പൊടിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട് പൊടിച്ചതായാലും മതി, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസൻ വറുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, കടലമാവ്. ഇനി ഇത് നമ്മൾ ഇതാ ഒരു കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്താൽ എടുക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. പക്ഷേ ഇത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, അത് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, നമ്മളിതിനെ ഒരു ക്ലിങ് റാപ്പോ മറ്റോ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കോട്ട് ചെയ്യാനുള്ള വെജീസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ കളർ ക്യാപ്സിക്കം, കുറച്ച് യെല്ലോ ക്യാപ്സിക്കം, പിന്നെ ഒരു സവാളയുടെ പകുതി കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ സ്പൈസി ആക്കാനായിട്ട് ഞാൻ റെഡ് കളർ ഉള്ള മുളക് കൂടെ എടുത്തിട്ടുണ്ട്. റെഡ് കളർ ക്യാപ്സിക്കോ ടൊമാറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ നമുക്ക് നോക്കാം. അപ്പം നല്ല കുറച്ചും കൂടി നമുക്ക് കൈവച്ച് റെഡിയാക്കാൻ പറ്റുന്ന പാകത്തിലായിട്ടുണ്ട്. നമ്മുടെ കയ്യിലും അതുപോലെ സ്റ്റിക്സിലും എണ്ണ തടവിയിട്ട് അതിനുശേഷം നമുക്ക് കൈവച്ച് ഇതുപോലെ നമ്മൾ കബാബ് എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റൊക്കെ ചെയ്യുന്നത് പോലെ ആ ഒരു ഷേപ്പിലും ഈ ഒരു കബാബ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ബോൾ പോലെ ആക്കിയതിന് ശേഷം ആ ഒരു സ്റ്റിക്കിലോട്ട് മാറ്റി നമ്മുടെ കൈൻ്റെ വിരലുകൾ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും അത് നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കബാബും റെഡിയാക്കിയെടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ വെജീസിലേക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അത് വെജീസ് ഇതിൻ്റെ കബാബിൻ്റെ മുകളിലോട്ട് വെച്ച് കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത്തിരി ജെൻറ്റിലായിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കബാബ് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു മസാലയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കൈവച്ചത് വളരെ ജെൻറ്റിലായിട്ട് അതിലേക്കൊന്നിങ്ങനെ അമർത്തി കൊടുക്കാം. ഓക്കെ, ഇതുപോലെ എല്ലാ കബാബ്സും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ ഈ ഒരു കബാബ്സ് 1 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നെക്സ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ടൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഓയിൽ വേണ്ട. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്താവണമെങ്കിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിവിടെ ഇന്ന് തവയുടെ മുകളിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഓയിലിലോട്ട് ഈ കബാബ്സ് വളരെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണം ഒരുപാട് വെച്ച് ഒരേ സമയത്ത് ചെയ്തെടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 3 എണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് ഏകദേശം ഒരു 2 മിനിറ്റ് കുക്കാകുമ്പോഴേക്കും നമുക്ക് മറ്റൊരു സൈഡായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 4 to 5 മിനിറ്റ് കൊണ്ട് ഈ കബാബ് മുഴുവനായിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഈ ഒരു റെസിപ്പി വെച്ച് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 7 മുതൽ 8 കബാബ്സ് വരെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കബാബ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ കൂടെ തന്നെ ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.